ശ്രീ ജോൺ ബ്രിട്ടാസ്, രാഷ്ട്രപിതാവിനും മുകളിൽ സവർക്കറെ പ്രതിഷ്ഠിച്ചുകൊണ്ട് പെട്രോളിയം മന്ത്രാലയത്തിന്റെ പോസ്റ്റർ അങ്ങും കണ്ടിരിക്കും. എങ്ങനെയാണ് ഈ ആശങ്കപ്പെടുത്തുന്ന ചിത്രത്തെ കാണുന്നത്? ഇതൊരു ആകസ്മികമായി സംഭവിച്ച കാര്യമല്ല. മഹാത്മാഗാന്ധി വധത്തിൽ ആരോപിതനായിരുന്നു സവാർക്കർ. അദ്ദേഹം പ്രതിക്കൂട്ടിലുണ്ടായിരുന്നു. ദിഗംബർ ബാഡ്ജയുടെ മൊഴി പ്രകാരം സവർക്കറിന് ഈ ഗാന്ധി വധത്തിൽ കൃത്യമായ പങ്കുണ്ടായിരുന്നു. തെളിവുകളുടെ അഭാവത്തിൽ മാത്രമാണ് അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ വെറുതെ വിട്ടത്. ഈ ഗവൺമെന്റ് എല്ലാ കാലത്തും സവാർക്കറിനെ ഗാന്ധിജിയുടെ മോഡിൽ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചിരുന്നു. പഴയ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ ഗാന്ധിജിക്ക് നേരെ എതിർവശമാണ് സവാർക്കറുടെ പടം കൊണ്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഈ പോസ്റ്ററിൽ സവാർക്കർ ഗാന്ധിജിയുടെ മുകളിൽ സ്ഥാനം പിടിക്കുന്നു എന്ന് പറയുന്നത് സവാർക്കറെ ഗാന്ധിജിയുടെ മുകളിൽ തന്നെ കാണാനുള്ള ഹിന്ദുത്വ ശക്തികളുടെ ആഗ്രഹമാണ് അത് പ്രതിഫലിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ ഭരണഘടന അംഗീകരിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ ഒരു ഗവൺമെന്റ് ഇന്ത്യൻ ജനതയോട് കാണിക്കുന്ന വഞ്ചനയാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ജനങ്ങളെ ആക്ഷേപിക്കുകയാണ്, അപഹസിക്കുകയാണ്. ഒരു ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ പാതയിലേക്കുള്ള പ്രയാണത്തിൽ ഇതൊക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണെന്ന് BJPയും RSSും തിരിച്ചറിയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പോസ്റ്ററെ നമ്മൾ നോക്കിക്കാണേണ്ടത്. ഇന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗം എല്ലാവരും കേട്ടിട്ടുണ്ടാകും. അതായത് ഇന്ത്യയിൽ എത്രയോ കലാപങ്ങൾക്ക് വഴിവെച്ച RSSനെ മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം. ഇതൊന്നുമല്ല ഇന്ത്യ പ്രധാനമന്ത്രിയുടെ പ്രതീക്ഷിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടന BJPയുടെ കൈകളിൽ, നരേന്ദ്രമോദിയുടെ കൈകളിൽ ഭദ്രമല്ല എന്നുള്ളത് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുകയാണ്. ശരി, ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങളും പ്രസംഗങ്ങളുമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വളരെ നന്ദി ശ്രീ ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചതിന്.